ഒരാഗ്രഹമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വരാം എന്നായി. അപ്പോഴത്തേക്കും എക്സാം ആയിരുന്നു, ഒരാഴ്ചയും കൂടെ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. എക്സാമിൻ്റെ ആഴ്ച എടുക്കും തോറും ഭയങ്കര ടെൻഷനായിരുന്നു. എക്സാം എന്ന് പറയുമ്പോഴേ ടെൻഷനാണ്. പ്രത്യേകിച്ച് OET എഴുതുന്നവർക്കറിയാം, ലിസണിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് സ്കോറ് ഒത്തിരി കുറവായിട്ടാണ് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കും തോറും വന്നിരുന്നത്. അതുപോലെ സ്പീക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ വിശ്വാസമുള്ള ഒരു പള്ളിയായിരുന്നു വിശുദ്ധ ദാസ്ലിഹ പള്ളി. അവിടെ പോയി കുഞ്ഞിന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം പോയി. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പള്ളിയുടെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ എൻ്റെ അരികിലൊരു കൃപാസനം പത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് തന്നെയാണ്, ഇങ്ങോട്ട് എത്തണം എന്നുള്ളത് തന്നെയാണെന്ന് എനിക്കപ്പോഴും തോന്നി. പക്ഷേ എക്സാമിന് മുമ്പ് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും എക്സാം സെൻറ്ററിൽ പോയപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ ആണെങ്കിലും നോക്കുമ്പോൾ കയ്യിലൊരു മോതിരമായിട്ട് മാതാവിൻ്റെ രൂപം അവിടെ ഇവിടെ ആയിട്ട് എന്തായാലും മാതാവ് റിലേറ്റഡ് എന്തെങ്കിലും ഞാൻ കാണുമായിരുന്നു. എനിക്കാകെ അപ്പോൾ അറിയാവുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രം പറയാനായിരുന്നു. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. OET എക്സാം എഴുതുന്നവർക്കറിയാം എത്രമാത്രം അത് പാടാണ്. നമ്മുടെ ലക്ക് കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ റീഡിങ് ലിസണിങ് ഒക്കെ ചെയ്തു. റീഡിങ് ലിസണിങ് ചെയ്തപ്പോൾ എക്സാക്ട്ലി ആൻസർ എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ റൈറ്റിങ്ങിലോട്ട് വന്നപ്പോൾ റൈറ്റിംഗ് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരു ഇതായിരുന്നു. C+ എങ്കിലും മേടിക്കാമെന്നുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ റൈറ്റിംഗ് വന്നപ്പം അത് പ്രൂഫ് റീഡിങ് ചെയ്യാന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമായിരുന്നു കിട്ടിയിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് 2-3 മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റുകയും അതിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ എനിക്കൊരു മിസ്റ്റേക്ക് തിരുത്താൻ പറ്റുകയും ചെയ്തില്ല. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് C+ പോലും കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാണ് പറഞ്ഞത്. അതോടുകൂടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോകും, കിട്ടത്തില്ല എന്നൊരിത്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ വെച്ചാണ്, ഈവനിങ് ആയിരുന്നു എൻ്റെ സ്പീക്കിംഗ് ടൈം. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനോട് കൂടിയാണ് സ്പീക്കിംഗ് ചെയ്തപ്പോൾ ആ ടെൻഷൻ സ്പീക്കിംഗ് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എനിക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ എന്നാൽ ഈ എക്സാമിന് ഒരാഴ്ച മുമ്പ് സാക്ഷ്യങ്ങൾ എപ്പോഴും കാണുമായിരുന്നു. സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൻ്റെ ഒരു ലിങ്ക് കിട്ടുകയും അതിലൂടെ ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന PDF ആയിട്ട് ലഭിച്ചു. അത് കിട്ടിയപ്പോൾ മുതൽ തൊട്ടടുത്ത ദിവസം തൊട്ട് വെളുപ്പിന് ഞാൻ എഴുന്നേൽക്കുകയും പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലുകയും ചെയ്തു. ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ തിരിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ സാധാരണ തിരി എത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. എക്സാം പാടായിട്ടും ഒരാഴ്ച കഴിഞ്ഞ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. സ്ഥിരമായിട്ട് 5:30 ചെല്ലുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇവിടെ വരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റായി. പക്ഷേ പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ആരുടെയും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ വേണ്ടിയാണ് അത്രയും നാൾ കാത്തിരുന്നത്. അങ്ങനെ പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഉടമ്പടി എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. ആ ഫ്രണ്ട് പാസ്സാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ വരണമെന്ന് വിചാരിച്ചിട്ടപ്പോൾ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ കൃപാസനത്തിൽ എത്രയും റിസൾട്ട് പെട്ടെന്ന് വരും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാനും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് ഉടമ്പടി എടുത്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച കൃത്യസമയത്ത് തന്നെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വെളുപ്പിനെ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന ഓരോ സാഹചര്യത്തിലും കൃത്യസമയത്തായിരുന്നു ഞങ്ങൾക്ക് ബസ് കിട്ടിയിരുന്നത്. ഇവിടെ എത്തിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എത്ര സ്റ്റേജുകൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും എനിക്കപ്പോൾ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മാതാവിനെ കയ്യിലേന്തി പ്രദക്ഷിണം ചെയ്തുകൊണ്ട് എനിക്കിവിടെ വരുവാനായിട്ട് അവസരം ലഭിച്ചു. അത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അവിടെ നിന്നപ്പം. പക്ഷേ കിട്ടുമെന്ന് വിചാരിച്ചില്ല. കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷവും സകലയിൽ ഒരുമിച്ച് വന്നു. കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരികെ പോയി ഉടമ്പടി നിറച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു ദിവസം റിസൾട്ട് സാധാരണയായി പബ്ലിഷ് ചെയ്യുന്ന ടൈം 11 മണി 10:30 ആ സമയം രാവിലെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. പക്ഷേ അന്നേ ദിവസം ആ സമയത്തും റിസൾട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരത്തില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത വിട്ടു. പിന്നെ ഉച്ച ഒരു 2 മണി ആ സമയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ പഠിക്കാം എന്ന ഇതിലാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങ് പഠിക്കാൻ നിന്നു. എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് കാണാതെ പഠിക്കാനിരുന്നു. അങ്ങനെ ഞാനത് കാണാതെ പഠിച്ച് പൂർത്തീകരിച്ച് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പം
ഫുൾ കാണാതെ പഠിച്ച് കഴിയുമ്പം ഫോണിൽ നോക്കിയായിരുന്നു, PDF ആയിട്ടാണ്, അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞ ആ സമയത്ത് കുറച്ച് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, റിസൾട്ട് വന്നു എന്നൊരു കുട്ടിയുടെ മെസ്സേജായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയില്ല. പ്രാർത്ഥന ഞാൻ ഫുൾ പൂർത്തീകരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് നോക്കി ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത് 300 മാർക്കാണ് റൈറ്റിങ്ങിന് C+ വേണ്ടത് UK പോകുന്നതിന് വേണ്ടി. അതെങ്കിലും കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ 300-ന് പകരം 400 മാർക്ക് 400 മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ ബിയോടുകൂടി എനിക്ക് പാസ്സാകാനായിട്ട് പറ്റി. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കൊരിക്കലും കിട്ടില്ലെന്ന് എനിക്കറിയാം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. എനിക്ക് ഉറപ്പില്ലായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. കറക്റ്റ് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്കതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഭവം എന്ന് പറയാം. കാരണം പ്രാർത്ഥനയെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടിയപ്പം ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അത് റിസൾട്ട് വന്നതിന് ശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയുണ്ടായി. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച നിറച്ച വസ്തുക്കളും തേനും ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നത്. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാനത് ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അത്യാവശ്യം ടഫായിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത പ്ലേസ് UKയിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എല്ലാവരും പറയും. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണുകയും ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇപ്പോഴും. അപ്പം ഞാനത് വേണ്ട എന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അതിനുശേഷം അതിങ്ങനെ അടുത്ത ഇൻ്റർവ്യൂ ഇപ്പോൾ UKയിലോട്ടുള്ള പൊതുവേ ഇൻ്റർവ്യൂ കുറവാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ 2 മാസത്തോളം വെയിറ്റ് ചെയ്തു. ഇതിനിടയിൽ ഞാൻ CBT എക്സാം എഴുതി. അത് മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് അത് ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉടുപ്പിൽ തന്നെ പിൻ ചെയ്ത് തൈലവും ഉപയോഗിച്ചാണ് ഞാൻ CBT എക്സാം എഴുതിയതും പാസ്സായതും. അത് കഴിഞ്ഞിട്ട് ജനുവരി ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇൻ്റർവ്യൂവിൻ്റെ വരുന്നില്ല. ഞാൻ റിസൈൻ ചെയ്താണ് വന്നത്. എനിക്ക് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുകയുണ്ടായി, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ആ ചേച്ചി ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറി ഒരാളുടെ വാക്ക് കേട്ട് ഒരു ഓഫർ വേണ്ട എന്ന് വെക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓരോ ധ്യാനത്തിലും എനിക്കായിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടായിരിക്കും. എനിക്കായിട്ടുള്ളൊരു ദിവസം എന്നാണ് വിചാരിക്കുന്നത്. ആ ഒരാഴ്ച എന്നോട് പറയുന്ന ഒരു ദിവസം, എന്നോട് ദൈവം സംസാരിക്കുന്ന ഒരു ദിവസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് കണക്റ്റ് ആവുന്ന എന്തെങ്കിലും അതിനകത്തുനിന്ന് കിട്ടുമായിരുന്നു. ഒരു തീരുമാനം എനിക്ക് ആ ധ്യാനം കൂടുന്നത് വഴി എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ടത് പ്രൊസീഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കാൻ ദിവസം അങ്ങനെ സാക്ഷ്യം പ്ലേ ചെയ്തായിരുന്നു കിടന്നിരുന്നു. അങ്ങനെ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കെ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി. സാക്ഷ്യത്തിൽ ആ ചേച്ചിയുടെ സാക്ഷ്യമായിരുന്നു. ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ചേച്ചി ഒരു വചനം സ്വപ്നം കണ്ട കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ, സ്വപ്നമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. മയക്കിൽ തന്നെ പെട്ടെന്ന് ഞാൻ ഒരു വചനമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതിതാണ് എഫേസ്യർ 4:1 പറയുന്ന പോലെ നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാനെന്നാണ്. എനിക്കറിയില്ല പെട്ടെന്ന് എനിക്ക് അങ്ങനെ എന്താണ് തോന്നിയത്. എനിക്ക് ബൈബിൾ മുൻപരിചയമുള്ള ആളല്ല, ഞാനൊരു ഹിന്ദുവാണ്. എനിക്കറിയത്തില്ല എന്തങ്ങനെ തോന്നിയെന്ന്. ഞാൻ ഫോണിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ നോക്കുമായിരുന്നു അതെന്താണെന്ന്. അതിതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നതിനുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. ദൈവം തന്നതാണെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഏജൻസിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പം 90% അത് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് അവർ പറഞ്ഞത്.
അപ്പോൾ എന്നാലും എനിക്കത് തരില്ലെന്ന് പറഞ്ഞാലും സങ്കടമില്ല. കാരണം അത് മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് തരട്ടെ എന്നായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അതെനിക്ക് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്നത് അന്ന് മാതാവാണ് അതെനിക്ക് തന്നതെങ്കിൽ ഇന്ന് എനിക്കത് വീണ്ടും തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ 90% കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് അവരയച്ചു. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കത് വെച്ച് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള മെയിൽ വന്നു. അങ്ങനെ അത് വെച്ച് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ഭാഗത്തും മാതാവ് നേരിട്ടും അല്ലാതെ ഒരുപാട് ഇടപെടലുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വരുന്ന മെയ് 15 ഞാൻ UK പോവുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ ചേട്ടായി 28 വർഷമായിട്ടും ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല, പക്ഷെ ഡ്രൈവ് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കുകയും ലൈസൻസ് എടുക്കുന്ന ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും പുരട്ടിയാണ് വിട്ടത്. അന്ന് ലൈസൻസ് ടെസ്റ്റിന് പോയ 2 പേരെ പാസ്സായിട്ടുള്ളൂ. അതിലൊരാളെൻ്റെ ചേട്ടായിയാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമില്ലെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പോൾ അതിന് വണ്ടി ഇടിച്ച് ഞാൻ മരിച്ചു പോയെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അത്രയും കരഞ്ഞു. ഒരു മനുഷ്യനെന്ത് പറ്റുന്നു അതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനു വേണ്ടി കരഞ്ഞു. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. അങ്ങനെ അത് കിടക്കുന്ന കണ്ടിട്ട് എടുത്തിട്ട് വന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. എനിക്ക് തോന്നുന്നു അത് ജീവൻ തിരിച്ചു കിട്ടിയത് ഉടമ്പടി തൈലം പുരട്ടിയത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെ സാക്ഷി എനിക്കിങ്ങനെ ഇവിടെ നിന്ന് പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ വളരെ പേടിയുള്ള ആളാണ്. എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ നിൽക്കാനൊരവസരം ഒരുക്കി തന്നതിന്, അതും ദൈവസന്നിധിയിൽ നിൽക്കാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു.